മാനന്തവാടി എം എൽ എ ഒ.ആർ. കേളു മന്ത്രിയാകും. പട്ടികജാതി ക്ഷേമ വകുപ്പ് ഒ.ആർ. കേളുവിന്, എം.പി. രാജേഷിന് പാർലമെന്ററി കാര്യവും വി.എൻ. വാസവന് ദേവസ്വം വകുപ്പും ലഭിക്കും. തീരുമാനത്തിൽ സന്തോഷമുണ്ടെന്ന് ഒ.ആർ. കേളു പ്രതികരിച്ചു. പാർട്ടി തീരുമാനം ഗവൺമെന്റ് തീരുമാനമാണ്, ഉത്തരവാദിത്തമുള്ള ഒരു കാര്യമാണ്. വയനാട്ടിലിപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ആദിവാസി വിഭാഗവും അവരുടെ വിഷയങ്ങളുണ്ട്, പിന്നെ വന്യമൃഗശല്യമുണ്ട്. ഈ രണ്ട് പ്രധാനപ്പെട്ട വിഷയമാണ് വയനാട് അഭിമുഖീകരിക്കുന്ന ഒരു പൊതുവിഷയം. ഞാൻ ആദ്യമായിട്ടാണല്ലോ, അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഒരു പരിചയ സമ്പന്നതയുടെ കുറവുണ്ട്. അതുകൊണ്ട് പാർലമെന്റ് കാര്യമന്ത്രിയൊക്കെ ആകുമ്പോൾ പരിചയമുള്ളവർ തന്നെ വരണം, അതാണ് ശരി. പട്ടികജാതി പട്ടികവർഗ മേഖലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെച്ചിട്ടുള്ള നയങ്ങൾ അതാണ് പിന്തുടരുക. ഷഫീദ് റാവുത്തർ ചേരുന്നു. ഷഫീദ്, കെ രാധാകൃഷ്ണൻ ജയിച്ച് ലോക്സഭയിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും ഒരു മന്ത്രി ഉണ്ടാകണം. അപ്പോൾ ആ വകുപ്പുകൾ 3 മന്ത്രിമാർക്കായി വിഭജിച്ച് നൽകുന്നു. എങ്ങനെയാണ് ഉണ്ടാകുന്ന ചെറിയ അഴിച്ചുപണി, ചെറിയ പുനഃസംഘടന? ഷഫീദ്. ഹഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ CPM-നെ സംബന്ധിച്ച് ക്യാബിനറ്റിൽ ഒരു ചെറിയ അഴിച്ചുപണിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ ഒരു കാര്യമായ അഴിച്ചുപണി എന്നുള്ള സൂചനകളൊക്കെ അല്ലെങ്കിൽ വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നെങ്കിലും അതിന്റെ ആവശ്യമില്ല. പ്രത്യേകിച്ച് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന കമ്മിറ്റിയിലും വലിയ തരത്തിൽ ചില അഭിപ്രായ പ്രകടനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ ഉണ്ടായിരുന്നു. പക്ഷേ അതടക്കമുള്ള കാര്യങ്ങൾ നിലനിൽക്കുമ്പോഴും ഒരു കാര്യമായ അഴിച്ചുപണിയിലേക്ക് കാര്യങ്ങൾ പോകേണ്ടതില്ല എന്നാണ് CPM സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ കെ രാധാകൃഷ്ണൻ ലോക്സഭയിലേക്ക് പോകുന്ന ആ ഒഴിവിനെ തുടർന്നുണ്ട് ആ ഒഴിവിൽ അദ്ദേഹം വഹിച്ചിരുന്ന പ്രധാനപ്പെട്ട ചുമതലകൾ, ആ ചുമതല 3 പേർക്കായി വീതിച്ചു കൊടുക്കുന്നത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം മാനന്തവാടി MLA ആയിട്ടുള്ള ഒ.ആർ. കേളു അദ്ദേഹം ക്യാബിനറ്റിലേക്ക് വരുന്നു എന്നുള്ളത് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യമാണ്. പട്ടികജാതി വകുപ്പാണ് അദ്ദേഹത്തിന് നൽകിയിട്ടുള്ളത്. അതേസമയം പാർലമെന്ററി കാര്യം എം.പി. രാജേഷിനും ദേവസ്വം വകുപ്പ് വി.എൻ. വാസവനും നൽകി എന്നുള്ളതും ഏറ്റവും സുപ്രധാനമായ ഒരു CPM-ന്റെ തീരുമാനമായി നമുക്ക് കണക്കാക്കാൻ കഴിയും. ഇനി ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, അതായത് വയനാടിനെ സംബന്ധിച്ച് വയനാടിന് ഇതുവരെ ഒരു മന്ത്രിസഭാ പ്രാതിനിധ്യം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നില്ല. അത് ഇതോടുകൂടി, ഈ തീരുമാനത്തോടുകൂടി അതാകുന്നു എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഈ ഒ.ആർ. കേളു എന്ന പേരിലേക്ക് കാര്യങ്ങൾ വരാനുള്ള കാരണം സംസ്ഥാന കമ്മിറ്റിയിൽ അംഗത്വമുള്ള മറ്റ് ദളിത് MLA-മാർ നിലവിൽ CPM-ലില്ല. മാത്രമല്ല പട്ടികവർഗ വിഭാഗത്തിൽ ആരെയും CPM ഇതുവരെ മന്ത്രിയാക്കിയിട്ടുമില്ല. ഇതടക്കമുള്ള ഘടകങ്ങൾ ഒ.ആർ. കേളുവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് അനുകൂലമായി എന്നുള്ളതാണ് പുറത്തറിയാൻ കഴിയുന്ന സൂചനകൾ. അതേസമയം ഒ.ആർ. കേളു നമുക്കറിയാം നിലവിൽ പട്ടികജാതി പട്ടികവർഗ ക്ഷേമ സംബന്ധിച്ച് നിയമസഭാ സമിതിയുടെ ചെയർമാനാണ്. മാത്രമല്ല ആദിവാസി ക്ഷേമ സമിതി നേതാവാണ്. സംസ്ഥാന കമ്മിറ്റിയിലെത്തുന്ന ആദ്യത്തെ പട്ടികവർഗ നേതാവ് എന്നുള്ള പ്രത്യേകത അദ്ദേഹത്തെ സംബന്ധിച്ചിട്ടുണ്ട്. ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള നേതാവ്. കൂടാതെ ഈ കുറിച്ച സമുദായക്കാരൻ UDF MLA ആയിരുന്ന ജയലക്ഷ്മിയെ തോൽപ്പിച്ചാണ് 2016-ൽ ഒ.ആർ. കേളു MLA ആകുന്നത്. ഇതാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രൊഫൈൽ എന്ന് പറയുന്നത്. മാത്രമല്ല പാർട്ടിയുടെ സംഘടനാ തലത്തിൽ അതിന്റെ താഴെ തട്ടിൽ നിന്ന് പ്രവർത്തിച്ച്, അത് ലോക്കൽ കമ്മിറ്റി മുതൽ പ്രവർത്തിച്ച് സംസ്ഥാന കമ്മിറ്റി വരെ എത്തിയെന്നുള്ളൊരു പ്രത്യേകത അദ്ദേഹത്തെ സംബന്ധിച്ചിട്ടുണ്ട്. പ്രവർത്തന പരിചയം അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് ഗുണകരമായി എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏതായാലും മന്ത്രിയായിരുന്ന കെ രാധാകൃഷ്ണൻ ചുമതലയിൽ ഉണ്ടായിരുന്ന 3 പ്രധാനപ്പെട്ട വകുപ്പുകൾ അത് 3ആയി വീതിച്ച് നൽകിക്കൊണ്ട് ഇക്കാര്യത്തിൽ CPM ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. ഏതായാലും വരും മണിക്കൂറുകളിൽ ഇന്ന് ഉച്ചയ്ക്ക് 2:30 CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഈ CPM സംസ്ഥാന കമ്മിറ്റിയിലും അതിന് മുൻപ് ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിലും അടക്കം ഉയർന്നിട്ടുള്ള തിരുത്തൽ നയം സംബന്ധിച്ചിട്ടുള്ള തീരുമാനങ്ങളിൽ ഒരുപക്ഷെ അദ്ദേഹത്തോട് ചോദ്യങ്ങളിൽ ഉയരും. അദ്ദേഹം അതിന് മറുപടിയും നൽകിയേക്കും. ഏതായാലും അതടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനം വരും മണിക്കൂറുകൾ അറിയാം. ഏതായാലും ക്യാബിനറ്റിൽ ഒരു ചെറിയ മുഖമിനുക്കൽ ഉണ്ടായിരിക്കുന്നു. മാനന്തവാടി MLA അതേപോലെ തന്നെ വയനാട്ടിൽ നിന്നുള്ള ഒരു മന്ത്രിസഭാ പ്രാതിനിധ്യം അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാൻ പോകുന്നു. ഹഷ്മി. ഷഫീദ്, ഒരു മന്ത്രി പോകുമ്പോൾ അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകൾ 3 മന്ത്രിമാർക്കായി വിഭജിച്ചു കൊടുക്കുക എന്ന തീരുമാനത്തിലേക്ക് CPM എത്തുന്നത് എന്തുകൊണ്ടാണ്? ഇക്കാര്യത്തിൽ ഈ ഒ.ആർ. കേളു തന്നെ അദ്ദേഹത്തിന്റെ ഇപ്പോൾ ഈ തീരുമാനം പുറത്തു വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞത് പരിചയക്കുറവടക്കമുള്ള കാര്യങ്ങൾ സ്വാഭാവികമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമാണ് 3 വകുപ്പുകളും. അതിൽ ഈ പാർലമെന്ററി കാര്യവും അതേപോലെ തന്നെ ദേവസ്വവും മറ്റുള്ളവർക്ക് നൽകിക്കൊണ്ട് തനിക്ക് ഈ പ്രവൃത്തി പരിചയത്തിന്റെ പേരിലാണ് അങ്ങനെ ഒരു വകുപ്പ്, അതിൽ ഒരുപാട് കാര്യങ്ങൾ, നിരവധി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ഏതായാലും അത് തന്നെയാണ് പാർട്ടിയും പരിഗണിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അതുമായി ബന്ധപ്പെട്ട പാർട്ടിയെ സംബന്ധിച്ച് കൂടുതൽ ചർച്ചകൾക്ക് വകയുണ്ടായിരുന്നില്ല. കാരണം ഒ.ആർ. കേളു എന്നുള്ള പേര് ആദ്യം മുതൽ തന്നെ പരിഗണിച്ചതാണ്. മാത്രമല്ല മറ്റു പേരുകളിലേക്ക് ഇക്കാര്യം തൽക്കാലം പോകേണ്ടെന്ന തീരുമാനം അത് സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്കടക്കം അത് ചർച്ചയായപ്പോൾ അഭിപ്രായങ്ങൾ വന്നതുമാണ്. ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഇനി ഇക്കാര്യത്തിൽ 2 സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങളിൽ CPM സംസ്ഥാന കമ്മിറ്റിയുടെ അടക്കം അല്ലെങ്കിൽ CPM സംസ്ഥാന നേതൃത്വത്തിന്റെ അവരുടെ തീരുമാനം അതിന് പുറത്തു വരാനുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ ആര്, മാത്രമല്ല മറ്റു ഉപതെരഞ്ഞെടുപ്പുകളുടെ കാര്യത്തിൽ എന്താണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് CPM വരുത്താനിരിക്കുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ തിരുത്തൽ നടപടികൾ എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതടക്കമുള്ള കാര്യങ്ങളിൽ വരും മണിക്കൂറുകളിൽ വാർത്തകൾ പുറത്തു വരും. ഹഷ്മി. ഓക്കെ. ആദിവാസി വിഷയവും വന്യമൃഗ ആക്രമണങ്ങളും അടക്കം വയനാട്ടിൽ 2 പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ടെന്ന രീതിയിൽ ആ മേഖലയെ പ്രതിനിധീകരിക്കുന്ന ആളെന്ന നിലയിൽ നല്ല തിട്ടമുണ്ട് മന്ത്രി ഒ.ആർ. കേളു, നിയുക്ത മന്ത്രി ഒ.ആർ. കേളുവിന്. അപ്പോൾ ഉറപ്പായും
അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ബന്ധാവിൽ എല്ലാവിധ വിജയാശംസകൾ നേരുകയുമാണ്.